നമസ്കാരം. കേരള ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ സാധ്യതകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. 2016 ഒരു സീറ്റ് BJP നേടിയപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. 2021 അത് പക്ഷേ അംഗീകരിച്ചില്ല. ഒരു സീറ്റും അവർക്ക് നേടാനും കഴിഞ്ഞില്ല. 2026 പ്രതിപക്ഷ പാർട്ടികൾ പോലും BJP 4 സീറ്റെങ്കിലും നേടിയേക്കും എന്ന് പറഞ്ഞു തുടങ്ങി. എന്നാൽ BJP നേതൃത്വം ആത്മവിശ്വാസത്തോടെ പറയുന്നത് കുറഞ്ഞത് 8-10 സീറ്റ് നേടുമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും നിർണായകമായ ഘടകമായി മാറും. BJPയുടെ സ്ഥാനാർത്ഥി നിർണയം പരിശോധിച്ചു നോക്കിയാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് വിജയസാധ്യതയ്ക്ക് തന്നെയാണ് പരിഗണന കൊടുത്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡീൽ ഓർ നോ ഡീൽ എന്ന ചർച്ച പോലും രൂപപ്പെട്ടത്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഡോക്ടർ സരിന് പോലും സീറ്റ് കൊടുക്കാതെ തികച്ചും അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഇറക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. ആ സീറ്റ് മാത്രമല്ല, 10ഓളം സീറ്റുകളിൽ BJPയും CPMും തമ്മിൽ ഡീല് നടന്നിട്ടുണ്ട് എന്നാണ് സതീശൻ്റെ ആരോപണം. 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് BJPക്ക് സാധ്യതയുള്ള തൃപ്പൂണിത്തുറയും ഏറ്റുമാനൂരും പോലുള്ള മണ്ഡലങ്ങളിൽ അപരിചിതരായ സീരിയൽ നടിമാരെ സ്ഥാനാർത്ഥിയാക്കിയത് ഈ ഡീലിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അങ്ങനെ ഡീൽ ഓർ നോ ഡീൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു പുതിയ വാർത്ത പുറത്തേക്ക് വരുന്നത്. BJPക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസമുള്ള 4 സീറ്റുകളിൽ ഒന്നിൽ പതിവായി അട്ടിമറി നടക്കാറുണ്ട്. അട്ടിമറി ഇക്കുറി ഉണ്ടാവില്ലെന്നും BJPയെ ജയിപ്പിക്കാൻ SDPI എന്ന സംഘപരിവാറിൻ്റെ ആജന്മ ശത്രുക്കൾ പോലും മനസ്സ് വയ്ക്കുന്നു എന്നുമുള്ള റിപ്പോർട്ടാണിത്. BJP ഉറപ്പായും ജയിക്കുമെന്ന് പറയുന്ന 4 സീറ്റുകൾ നേമവും കഴക്കൂട്ടവും പാലക്കാടും മഞ്ചേശ്വരവുമാണ്. ഒരുപക്ഷെ കേരളത്തിൽ BJPക്ക് ആദ്യം മുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മണ്ഡലം മഞ്ചേശ്വരമാവും. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥികൾ എക്കാലത്തും വോട്ട് പിടിച്ചിരുന്നു, രണ്ടാമതെത്തിയിരുന്നു. 20 വർഷം മുമ്പ് 2006 BJP സ്ഥാനാർത്ഥി രണ്ടാമതായത് കേവലം 4829 വോട്ടിനാണ്. അന്ന് കേരളത്തിൽ BJP എന്ന് പറയുന്നത് ഒരു തമാശ പാർട്ടിയായിരുന്നു എന്നോർക്കണം. എന്തിനേറെ ഇന്ത്യയിൽ പോലും BJPക്ക് വലിയ സ്വാധീനമില്ല. ആ BJPയുടെ സ്ഥാനാർത്ഥി 4829 വോട്ടിനാണ് 2006 തോറ്റത്. 2011 5828 വോട്ടിന് BJP തോൽക്കുന്നു. 2016 K. സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് കേവലം 89 വോട്ടുകൾക്കാണ്. വെറും 89 വോട്ടുകൾക്ക്. അന്ന് K. സുന്ദരൻ എന്ന ഒരു അപരൻ 400-ലധികം വോട്ടുകൾ പിടിച്ചു നോക്കണം. അതായത് BJP ഉറപ്പായും ജയിക്കേണ്ടതായിരുന്നു 2016. 2016 ജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി 2019 അന്തരിക്കുന്നു. അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലീഗ് നില മെച്ചപ്പെടുത്തി. എന്നിട്ടും 7923 വോട്ട് മാത്രമായിരുന്നു നേടാൻ കഴിഞ്ഞത്. എന്നാൽ അന്ന് ജയിച്ച കമറുദ്ദീൻ അഴിമതി കേസിൽപ്പെട്ട് പുറത്താകുന്നു. 2 കൊല്ലത്തിന് ശേഷം 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ AKM അഷ്റഫ് എന്ന ലീഗ് സ്ഥാനാർത്ഥി മാറ്റുരച്ചപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞത് കേവലം 855 വോട്ടുകൾക്ക്. എന്ന് വെച്ചാൽ 89 വോട്ടുകൾക്ക് 2016 K. സുരേന്ദ്രനെ തോൽപ്പിച്ച ലീഗ് 2021 പഠിച്ച പണി 18 നോക്കിയിട്ടും 855 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 2026 പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് മത്സരരംഗത്തുള്ളത്. കഴക്കൂട്ടത്തിനും നേമത്തിനും പാലക്കാടിനുമൊപ്പം BJP ജയിക്കുമെന്ന് കരുതുന്നത് K. സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരമാണ്. എന്നാൽ BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം BJPയെ നിലം തൊടിയിക്കാതിരിക്കാൻ LDFും UDFും പരസ്പര ധാരണയിൽ വോട്ട് ചെയ്യുന്നു എന്നതാണ്. കഴിഞ്ഞ 3 തവണയും CPM വോട്ടർമാർ ലീഗിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് പാർട്ടി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ CPM വോട്ടർമാർ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടാണ് 89 വോട്ടും 855 വോട്ടും മാത്രം കുറഞ്ഞു പോയത് എന്നോർക്കണം. എന്നാൽ UDF പറയുന്നത് പോലെ BJPയും CPMും തമ്മിൽ ഡീലുണ്ടെങ്കിൽ ഇക്കുറി അത്തരമൊരു സഹായം CPM ലീഗിന് വേണ്ടി ചെയ്തു കൊടുക്കില്ല. അതുതന്നെ സുരേന്ദ്രൻ്റെ വിജയസാധ്യത ശക്തിപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ വേണം SDPI സ്ഥാനാർത്ഥി രംഗത്ത് വന്നതിനെ കാണാൻ. SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുസ്ലിം ലീഗിനെ സഹായിക്കുകയായിരുന്നു BJP ജയിക്കാതിരിക്കാൻ. എന്നാൽ ജയിച്ചു കഴിയുന്ന ലീഗ് SDPI അവഗണിക്കുന്നു. SDPI ഇല്ലാതാക്കാൻ വേണ്ടി നീക്കം നടത്തുന്നു. അതുകൊണ്ട് ലീഗ് വേണമെങ്കിൽ SDPI സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കട്ടെ എന്ന് പറഞ്ഞ് SDPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയുടെ പേര് ഞെട്ടിക്കുന്നതാണ്. AKM അഷ്റഫ് എന്നാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേരെങ്കിൽ KM അഷ്റഫ് എന്നാണ് SDPI സ്ഥാനാർത്ഥിയുടെ പേര്. NU സലാം എന്ന ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുമെന്നായിരുന്നു കണക്കാക്കിയതെങ്കിലും പേരിൻ്റെ മാഹാത്മ്യം കൊണ്ടാവാം
KM അഷ്റഫിനെ അവസാന നിമിഷം SDPI സ്ഥാനാർത്ഥിയാക്കിയത്. എന്ന് വെച്ചാൽ ഇക്കൊരു BJPക്ക് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു അപരനെ നിർത്തേണ്ട കാര്യമില്ല. എവിടെ പോയി തെരഞ്ഞാലും കിട്ടാത്ത ഏറ്റവും ശക്തനായ അപരനെ SDPI തന്നെ നിർത്തിയിരിക്കുന്നു. AKM അഷ്റഫാണെന്ന് ധരിച്ച് KM അഷ്റഫിനെ ലീഗിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ചുപേരെങ്കിലും വോട്ട് ചെയ്യാതിരിക്കില്ല. K സുരേന്ദ്രനാണെന്ന് കരുതി K സുന്ദരന് 2016 400-ലധികം ആളുകൾ വോട്ട് ചെയ്തതുപോലെ. എന്ന് വെച്ചാൽ രണ്ടാണ് ഇവിടെ ലീഗ് നേരിടുന്ന വെല്ലുവിളി. ഒന്ന്, അപരൻ എന്ന നിലയിൽ ഈ സ്ഥാനാർത്ഥി BJPക്ക് വോട്ട് നേടിക്കൊടുക്കും. രണ്ട്, SDPIയുടെ വോട്ടുകൾ ലീഗിന് കിട്ടേണ്ടതാണ്, അത് കിട്ടുകയില്ല. എന്ന് വെച്ചാൽ SDPIയുടെ കൂടി സഹായത്തോടെ K സുരേന്ദ്രൻ ഇക്കുറി വിജയം ഉറപ്പിക്കുന്നു എന്നർത്ഥം. അങ്ങനെ BJPക്ക് കിട്ടുമെന്ന് കരുതിയിരുന്ന 4 സീറ്റിലും അവർ വിജയം ഉറപ്പിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇതിനിടയിലാണ് മറ്റ് പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ അപ്രതീക്ഷിതമായി മുന്നേറ്റം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ 2 മണ്ഡലങ്ങൾ ശ്രദ്ധേയമാണ്. കോട്ടയം ജില്ലയിലെ പാലായും പൂഞ്ഞാറും. അച്ഛനും മകനുമാണ് രണ്ടിടത്തെയും BJP സ്ഥാനാർത്ഥികൾ. പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും. ജോർജ് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഷോണിനെ പാലായിൽ മത്സരിപ്പിച്ച് മുഴുവൻ ശ്രദ്ധയും പാലായിൽ കൊടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ജോർജിന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ പദവി തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാം എന്ന് BJP നേതൃത്വം പറഞ്ഞത് പാലിച്ചില്ല എന്ന് മാത്രമല്ല, പൂഞ്ഞാറിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ജോർജാണ് എന്ന നിഗമനത്തിൽ ജോർജിനോട് മത്സരിക്കാൻ പറഞ്ഞു. മനസ്സോടെയാണ് ജോർജ് ഇറങ്ങിയതെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ആവേശം ശക്തിപ്പെടുന്നു. LDF സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തിയും UDF സ്ഥാനാർത്ഥി ഈരാറ്റുപേട്ടയിലെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ് എന്ന ആരോപണവും മണ്ഡലത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മലയോര മേഖലയിൽ ക്രൈസ്തവ വോട്ടുകൾ പോലും ജോർജിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ജോർജ് തന്നെ പ്രതീക്ഷിക്കാതെ ജോർജിന് അനുകൂലമായ ഒരു അന്തരീക്ഷം പൂഞ്ഞാറിൽ രൂപപ്പെടുന്നു. അതിൻ്റെ തരംഗം പാലായിലേക്കും വീശുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായി പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഷോൺ ജോർജ്. പാലായിൽ ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ ഏതാണ്ട് 10,000-ഓളമുണ്ട്. ആ വോട്ടുകളാണ് മാണി സി കാപ്പനെ ജയിപ്പിച്ചിരുന്നത്. മാണി സി കാപ്പനോടുള്ള എതിർപ്പ് മണ്ഡലത്തിൽ വ്യാപകമായപ്പോൾ ഷോൺ ജോർജിൻ്റെ രംഗപ്രവേശമുണ്ടാവുകയും ആ വിരുദ്ധ വോട്ടുകൾ മാണി സി കാപ്പനിൽ നിന്ന് മാറി ഷോണിലേക്ക് പോവുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുണ്ട്. ഷോൺ വോട്ട് പിടിക്കുമ്പോൾ ജോസ് കെ മാണി ജയിച്ചേക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകളെയും മറികടന്നുകൊണ്ട് ഷോൺ വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന് പാലായിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ BJP ഇക്കുറി അക്ഷരാർത്ഥത്തിൽ 2 മുന്നണികളെയും ഞെട്ടിക്കും എന്ന സൂചനകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസത്തെ കണക്ക് വ്യക്തമാക്കുന്നത്.